Today we are going to study about canonical and standard forms of LPP. So we know that any LPP formulation involving more than two variables may be expressed as follows. For example, the value x1, if we know the variables x1, x2, xn, etc. So which may be maximize function or minimize function. We know that the objective function there are two types of objective functions, maximization or minimization. So we can write the objective function c1 x1 plus c2 x2 etc. up to cnn if there are n variables are there. Okay, നമ്മുടെ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ 2 വേരിയബിൾസ് ആണ്, അതായത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ എടുക്കും 2(1)x1 plus 3x2. 2x1 means 2 is c1, x1 next variable. If c2 means 3 and x2 means second variable. Okay, അപ്പോൾ ഇതിനെ നമുക്ക് if there are n variable we can represent the objective function like this: z is equal to c1 x1 plus c2 x2 up to cnn. Then we have so many constraints are there, so we can write each constraints a1 x1 plus a12 x2 up to a1n xn less than or equal to b1, a21 x1 a22 x2 plus a23 x3 less than or equal to b2. That is if we have m constraints are there. Okay, and n variables, n means number of variables ആണ്, അതാണ് അപ് ടു xn വരെ, an xn വരെ. m മീൻസ് എന്ന് വെച്ചാൽ കൺസ്ട്രെയിൻസ്, എത്ര ലൈന് കൺസ്ട്രെയിൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് 2x1 plus 4x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഫോർ എക്സാമ്പിളാണ് 2x1 plus 4x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. നെക്സ്റ്റ് 3x1 plus x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യുക 9. പിന്നെ x1 plus x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഓക്കെ, ഇങ്ങനെ ഒരു ഇത് എക്സാമ്പിളാണ്. ഈ ഒരു കൺസ്ട്രെയിനിൽ നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ എത്ര കൺസ്ട്രെയിൻറ്റ്? 3 കൺസ്ട്രെയിൻറ്റ്. നമുക്ക് ഈ തന്ന ഇക്വേഷനിൽ m കൺസ്ട്രെയിൻസ് ആണ് ഉള്ളത്. അതായത് ഫസ്റ്റ് കൺസ്ട്രെയിൻ നമുക്ക് ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ a11 എന്ന് പറയുന്നത് 2 ആണ്, a12 എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, b1 ആണ് 12. ഇനി ഇതിൽ അപ്പോൾ അത് ഓക്കെ അല്ലേ, ഫസ്റ്റ് ലൈനിൽ അങ്ങനെ. ഇത് a21 എന്നുള്ളത് സെക്കൻഡ് കൺസ്ട്രെയിനിൽ ഫസ്റ്റത്തെ വേരിയബിൾ ഉള്ളത് a2, അതാണ് നമ്മൾ 3 വരും. a2 3x1, അപ്പോൾ a21 ആണ് 3. ഇനി a22 എന്ന് പറയുമ്പോൾ ഇവിടെ കോയിഫിഷ്യൻറ്റ് 1 ആണ്, a22 എന്താണ് 1 x2. അപ്പോൾ ഈ b2 എന്നുള്ളത് 9 വരും. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തേർഡ് കൺസ്ട്രെയിൻസ് x1 പ്ലസ് x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ x1 ആണ് എന്ത്, നെക്സ്റ്റ് a23 എന്നുള്ള നെക്സ്റ്റ് ലൈനിൽ വരുന്നത് ഈ 1 ആണ്. പിന്നെ നെക്സ്റ്റ് ലൈന് a31 വരും. ഈ a31 ആണ് x1 പ്ലസ് a32 അല്ല പിന്നെ നെക്സ്റ്റ് വരിക, അതാണ് x2. അപ്പോൾ നമുക്ക് ഈക്വൽ ടു b3 എന്ന് പറയുന്നതായിരിക്കും 4. അപ്പോൾ ഇതാണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇക്വേഷൻസ്. ഇതിപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു n വേരിയബിൾ, ഇത്രയും നമ്പേഴ്സ് വേരിയബിൾസ് ഒന്നും നമ്മൾ കോമൺ യൂസ് ചെയ്യില്ല. 1 2 പിന്നെ 2 വരെ മാക്സിമം, അത്രയും നമ്മൾ അധികം പ്രോബ്ലത്തിലും വരലുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇത്ര 2 കൺസെപ്റ്റ് മാത്രം മതി. ഇത് ജസ്റ്റ് ഒരു അതിൻ്റെ ജനറൽ ഫോം തന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു LPPയിൽ എന്തുണ്ട്, ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, ആൻഡ് കൺസ്ട്രെയിൻസ് ഉണ്ട്, ആൻഡ് ഓൾസോ നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് വേരിയബിൾസ് എത്ര വേരിയബിൾസ് ഉണ്ട് ഇവിടെ, n വേരിയബിൾസ് ഉണ്ട്. ഓൾ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഈ മൂന്ന് പാർട്ടാണ് നമ്മൾ പഠിച്ചത്. ദർ ആർ 3 parts ഓഫ് LPP: ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, സബ്ജക്റ്റ് കൺസ്ട്രെയിൻസ് ആൻഡ് നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ് ഓർ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊരു മെട്രിക്സ് ഫോർമാറ്റിലാക്കി സെറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, CT⁻², അതായത് C1 C2 എന്നുള്ളതിനാണ് C ടോട്ടൽ. ഓക്കെ, ഇൻറ്റു x1 x2 നമുക്കറിയാം. എക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സിനെയാണ് നമ്മൾ x1 x2 എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്.
അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ്, ഈ ക്യാപിറ്റൽ എ എന്നുള്ള ഒരു മെട്രിക്സ് ഫോമാണ്. അപ്പോൾ നമ്മൾ A11 A12 A13 അതുപോലത്തെ A21 A22 A33 അല്ലാതെ AMN വരെ എന്ന് പറയുമ്പോൾ ഇതെന്താണ്, ഒരു മെട്രിക്സ് ആണ്, എ എന്നുള്ള മെട്രിക്സ്. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷൻ, അതായത് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ കൺസ്ട്രെയിൻസിലുള്ളതാണ് സെക്കൻഡ് ഇക്വേഷൻ. അതിനെ നമുക്ക് അതിൻ്റെ സിംപ്ലിഫൈ മെട്രിക്സ് ഫോം എന്ന് പറയുമ്പോൾ എന്താണ്, ഫുൾ എന്താണ്, ഒരു മെട്രിക്സ് ആണ് A ഇൻറ്റു എക്സ്. എയും എക്സും തമ്മിലുള്ള മെട്രിക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1. ബി എന്നുള്ളത് എന്ത്, ബി എന്നുള്ള മെട്രിക്സ് B1 B2 B3. എ എന്നുള്ളത് നമുക്കറിയാം A11 A2 A12 A13 അങ്ങനെ A1n ഇങ്ങനെയുള്ള മെട്രിക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെട്രിക്സ് ഫോമിൽ നമുക്ക് ഇങ്ങനെ സെക്കൻഡ് ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വന്നതെന്നാൽ നോൺ നെഗറ്റീവ്. നോൺ നെഗറ്റീവ് നമുക്കറിയാം എക്സിൽ ഏതൊക്കെ ഉണ്ടോ, X1 X2 അപ് ടു എക്സ്. അപ്പോൾ ഈ എക്സ് എന്തായിരിക്കും, ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ഈ കോംപ്ലിക്കേറ്റഡിന് നമുക്ക് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്, പിന്നെ നെക്സ്റ്റ് ഒരു കൺസ്ട്രെയിൻസ് വേണം, നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ്. ഇത്രയാണ് നമ്മുടെ ഒരു LPPയുടെ പാർട്ട്. ഓക്കെ, സോ കോമൺലി LPPയിൽ നമ്മൾ സോൾവ് ചെയ്യുകയെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു പോയിന്റ് തരിക, കുറച്ച് LPP, ഇത് നമ്മൾ LPP ആണ്. ഓക്കെ, ഇതിൽ പോയിന്റ് തന്നിട്ട് നമുക്ക് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ആർ ദെയർ. ഫോർ എക്സാമ്പിൾ നമ്മൾ LPPയിലെ സൊല്യൂഷൻ എന്ന് മാത്രം പറയുകയാണെങ്കിൽ വിച്ച് സാറ്റിസ്ഫൈ ഇക്വേഷൻ നമ്പർ 2 ഉള്ളി. അതായത് ഇപ്പോൾ നമുക്കൊരു പോയിന്റ് തന്നു, ഒരു പോയിൻറ്റും തന്നു, ഈ LPPയും തന്നു, എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇതിൻ്റെ സൊല്യൂഷൻ ആണോ നോക്കണേ. നമുക്ക് എന്ത് മാത്രം നോക്കിയാൽ മതി, ആ പോയിൻ്റ് നമ്മൾ ഈ കൺസ്ട്രെയിൻസിൽ ഇടുമ്പോൾ കറക്റ്റ് ആണോ നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഒൺലി ഇക്വേഷൻ 2, അതായത് ഇക്വേഷൻ 2 മീൻസ് കൺസ്ട്രെയിൻസ്, ഇക്വേഷൻ 2 മാത്രം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആ പോയിൻറ്റ്സ് എന്ത് പറയാം, സൊല്യൂഷൻ ആണെന്ന് പറയാം. ഇനി ഫീസിബിൾ സൊല്യൂഷനാണെന്ന് വെച്ചാൽ എന്താ, കൺസ്ട്രെയിൻസും സെയിം ആയിരിക്കണം, നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസും കറക്റ്റ് ആയിരിക്കണം. അതായത് 2ഉം 3ഉം കണക്റ്റ് ആയാൽ നമ്മൾ പറയാം ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ സൊല്യൂഷൻ ആവും വേണം, അത് ഫീസിബിൾ ആവും വേണം. അതെന്തായിരിക്കണം, സെഡ് എന്നുള്ളതിന് നമുക്ക് കറക്റ്റ് ആണ്, അതായത് മാക്സിമൈസേഷന് അല്ലെങ്കിൽ മിനിമൈസേഷനാണ് സെഡ്. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനോട് എന്തായിരിക്കണം, കണക്റ്റ് ആയിരിക്കും. എനി ഫീസിബിൾ സൊല്യൂഷൻ വിച്ച് മാക്സിമൈസ് ഓർ മിനിമൈസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സെറ്റ്. അതായത് ഫീസിബിൾ സൊല്യൂഷൻ എന്ത് ചെയ്യുക, നമ്മൾ ഈ സൊല്യൂഷൻ നമുക്ക് ഇതിലും കൂടെ കൊടുത്തിട്ട് കിട്ടുന്നതാണെന്ത് ഒപ്റ്റിമൽ സൊല്യൂഷൻ. അതായത് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൺസ്ട്രെയിൻസ് മാത്രം ശരിയാണെങ്കിൽ നമ്മൾ അതിനെ സൊല്യൂഷൻ എന്ന് പറയും. ഇനി കൺസ്ട്രെയിൻസ് നോൺ നെഗറ്റിവിറ്റി നമുക്ക് ആ പോയിന്റ് കൊടുത്തിട്ട് ശരിയാണെങ്കിൽ നമ്മൾ പറയും feasible solution. Optimal solution എന്ന് വെച്ചാൽ if you put this values, this feasible solution to our objective function, then it is known as optimal solution. Okay, let's check one example. Maximize z is equal to 3x1 plus 2x2 and subjected to constraint x1 minus x2 greater than or equal to 0. Next constraint ആണ് minus 3x1 plus x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിൽ x1 x2 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. അപ്പോൾ നമുക്ക് പറയാം ഇതൊരു ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് എന്താണ് സംഭവം, ഇക്വേഷൻ നമ്പർ 1 ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ് ഇല്ലേ. പിന്നെന്താണ് ഇക്വേഷൻ നമ്പർ 2 ഇതാണ് ഇക്വേഷൻ നമ്പർ Z2 എന്ന് പറയുന്നത്. ഇത് രണ്ടിനെയും കൂടെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയും. ഇത് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ആണ് ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ചെക്ക് വെദർ -3/2 ഈസ് എ സൊല്യൂഷൻ ഫീസിബിൾ ഒപ്റ്റിമൽ ആണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നത് x1 x, അതായത് x1ൻ്റെ പ്ലേസിൽ നമ്മൾ -3/2 ഇടുക, x2ൻ്റെ പ്ലേസിലും ഈ -3/2 ഇട്ടാൽ നമുക്ക് എന്താണ് ഇത് ഫീസിബിൾ ആണോ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം ഇഫ് സൊല്യൂഷൻ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഇഫ് ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ദെൻ ഇറ്റ്സ് ഷുഡ് സാറ്റിസ്ഫൈ ദി കൺസ്ട്രെയിൻസ്. ഇപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ കൺസ്ട്രെയിൻസ് ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം ഇല്ലേ. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, x1ന് -3/2 കൊടുക്കും, അതുപോലെ തന്നെ x2നും -3/2 കൊടുക്കും. അപ്പോൾ നമുക്കിത് കറക്റ്റ് വാല്യൂ കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും, അത് ട്രൂ ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് കൺസ്ട്രെയിൻസ് ട്രൂ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് കൺസ്ട്രെയിൻസ് എന്ന് വെച്ചാൽ -3x1 + x2 ആണ്. അവിടെ ഈ x1നും -3/2 കൊടുക്കും, x2നും -3/2 കൊടുക്കും. അപ്പോഴും നമുക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ, ഇപ്പോൾ നമുക്ക് ഇതിൽ രണ്ടിലും -3/2 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 3 ആണ്. വി നോ 3 ഷുഡ് ബി 3 ഗ്രേറ്റർ ദാൻ 0 അല്ലേ.
ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ അതായത് സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയത് 3 ആണ്. 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ ഇറ്റ് ഈസ് എ ട്രൂ ആണ്. അപ്പോൾ രണ്ട് കണ്ടീഷൻ, രണ്ട് കൺസ്ട്രെയിൻസും ട്രൂ ആയതുകൊണ്ട് നമുക്ക് പറയാം ഫീസിബിൾ റീജിയനാണെന്ന് പറയാം. ഇനി അപ്പോൾ നമുക്ക് സൊല്യൂഷനാണെന്ന് പറയാം. ഇനി ഫീസിബിൾ റീജിയൻ ആണെങ്കിൽ എന്ത് വേണം? ഫസ്റ്റും സെക്കൻഡും സാറ്റിസ്ഫൈ ചെയ്യണം. ഈ തേർഡ് കിട്ടിയ ഈ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് x1നും x2നും എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. ഇവിടെ അങ്ങനെയാണോ? x1നും -3/2 ആണ്, x2നും -3. അത് ഇതെന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ഈ ഒരു കണ്ടീഷൻ എന്താണ്? ഇവിടെ ഫാൾസ്. എന്താണ് ഫാൾസ്? ഇത് ഫാൾസ് ആണ് വരുന്നത്. അത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കറിയാം എക്സ് എന്നുള്ളത് എന്താണ്? സാറ്റിസ്ഫൈ ഒൺലി ദ കൺസ്ട്രെയിൻസ്, അതായത് ഇക്വേഷൻ 2 മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് ഓൺലി സൊല്യൂഷൻ. ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ സൊല്യൂഷൻ. സോ ഇറ്റ് ക്യാൻ നെവർ ബി ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷൻ ആകണം ഫീസിബിൾ സൊല്യൂഷൻ ആണ്, എന്നാൽ മാത്രം ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഓൾറെഡി ഫീസിബിൾ സൊല്യൂഷൻ അല്ല. കാരണം ഇവിടെ എന്താണ്? നെഗറ്റീവ് ആയിട്ടുള്ള വേരിയബിൾസ് ആണ് തരുന്നത്. നെഗറ്റീവ് വേരിയബിൾസ് എന്നാൽ അതെന്തല്ല? ഫീസിബിൾ അല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ ചോദിക്കുക 2 മാർക്കിനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അത് സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്. Z is equal to 3x1 plus 2x2 subject to constraint x minus x2 greater than equal to 0. അപ്പോൾ ഫസ്റ്റ് കൺസ്ട്രെയിൻസ് ഇതാണ്. സെക്കൻഡ് കൺസ്ട്രെയിൻസ് ഇത്. ചെക്ക് വെദർ -3/2 സൊല്യൂഷൻ ഫീസിബിൾ സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ ഫീസിബിൾ സൊല്യൂഷൻ, ഇത് സൊല്യൂഷൻ ആണോ ഫീസിബിൾ സൊല്യൂഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പം നമുക്കറിയാം ഈ -3/2 ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. -3/2 നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം x1 - x2 ഈക്വൽ ടു 0 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ -3/2 -3/2 ഈക്വൽ ടു 0. ഇതെന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്കിത് വന്നിട്ടുള്ളത് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അത് സാറ്റിസ്ഫൈ, ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി -3 × -3/2 പ്ലസ് -3/2 എന്ന് വെച്ചാൽ ഇവിടെ -3 × -3/2 ആണ്. സോ 9/2 -3/2 കിട്ടും 6/2. 6/2 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ഇതെന്താണ്? 3 ഈക്വൽ ടു 3 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റും ഈ പോയിൻറ്റ്സ് നമ്മൾ ഈ പോയിൻറ്റ്സ് ഈ ഇക്വേഷനിലും നമ്മൾ x1നും x2നും പറയും. ഇത് x1, ഇത് x2. ഇതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ എന്താണ്? 2 ട്രൂ ആണ്. സോ നമുക്ക് സൊല്യൂഷനാണെന്ന് പറയാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു കൺസ്ട്രെയിൻസ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ എന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള തേർഡ് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട? അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? സൊല്യൂഷനുമായിരിക്കും. ഫസ്റ്റും ഇതെന്ന് വെച്ചാൽ സെക്കൻഡ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു, തേർഡ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ എന്താണ്? അത് ഫീസിബിൾ സൊല്യൂഷൻ തന്നെയാണ്. കാരണം നമുക്ക് ഇവിടെ എന്താണ്? x1 x2 എന്താ? ഗ്രേറ്റർ ദാൻ 0. x1 x2 എന്താണെന്നുള്ളത് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ x1 x2 എന്താകാം? ഗ്രേറ്റർ ദാൻ 0 ആകാം, അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആവുക, അല്ലെങ്കിൽ 0 ആകാം, അല്ലെങ്കിൽ x1 ഗ്രേറ്റർ ദാൻ 0 x2 ലെസ് ദാൻ 0 അതൊക്കെ ആവാം. പക്ഷേ കണ്ടീഷൻസ് ഒന്നും തന്നിട്ടില്ല. സോ ഇറ്റ് ഈസ് എ ഫീസിബിൾ സൊല്യൂഷനും. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഒരു എക്സാമ്പിളും കൂടിയാണ്. മിനിമൈസ് z is equal to z is equal to 1.5x1 plus 2.5x2. ഓക്കെ, കുറച്ച് കൺസ്ട്രെയിൻസ് ആണ് ഇവിടെ ഉള്ളത്. x1 plus 3x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, x1 plus x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ചെക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സൊല്യൂഷൻസ് ഓർ ഫീസിബിൾ സൊല്യൂഷൻ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓരോന്നും ചെക്ക് ചെയ്യുക. ഫസ്റ്റത്തെ പോയിൻ്റ് നമ്മൾ സൊല്യൂഷനാണോ ഫീസിബിൾ സൊല്യൂഷനാണോ നോക്കുക. ഫസ്റ്റ് പോയിൻ്റ് ഏതാ തന്നിട്ടുള്ളത്? 0, 2 ആണ്. ഓക്കെ, 0, 2 നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ 0ക്കും 2ക്കും കൊടുക്കുമ്പോൾ നമുക്ക് 6 ആണ് ആൻസർ കിട്ടുക. ഇതെന്താണ്? ഗ്രേറ്റർ ദാൻ 3 ആണ്. അപ്പോൾ അത് ട്രൂ ആണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് കൊടുക്കും, ഇതിലേക്ക് വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്? 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതും ട്രൂ ആണ്.
ഇത് രണ്ടും ട്രൂ ആണ്. അതുപോലെ തന്നെ x1 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇതിലെന്താണ് x1 0 ആണ്, x2 2 ആണ്. ഇത് രണ്ടും എന്താണ് ട്രൂ ആണ്. അപ്പോൾ അത് നമുക്ക് കൺസ്ട്രെയിൻസും എന്താണ് ട്രൂ ആണ്. അതുപോലെ തന്നെ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസും ട്രൂ ആണ്. സോ ഇറ്റ്സ് എ സൊല്യൂഷൻ ആൻഡ് ഫീസിബിൾ സൊല്യൂഷൻ. 0 2 എന്നുള്ളത് എന്താണ് ഫീസിബിൾ സൊല്യൂഷനാണ്. അതുപോലെ തന്നെ 3/2 1/2 നമ്മൾ കൊടുക്കുക. ഈ ഫസ്റ്റ് കൺസ്ട്രെയിൻസിൽ നമ്മൾ 3/2 കൊടുക്കണം. ഓക്കെ, നേരത്തെ നമുക്ക് നെക്സ്റ്റ് പോയിൻ്റാണ് കൺസിഡർ ചെയ്യാനുള്ളത്, ഈ 3/2 1/2. അപ്പോൾ ഈ ഫസ്റ്റ് കൺസ്ട്രെയിൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, x1 3/2 x2 1/2 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 3 ആണ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. ഇനി നെക്സ്റ്റ് കൺസ്ട്രെയിൻസിൽ നമ്മൾ ഇതുപോലെ തന്നെ x1 + x2 ആണ്. അതിനെന്ത് ചെയ്യുക, x1 3/2 കൊടുക്കുന്നത്, x2 എന്താ വി പുട്ട് x2 1/2. ദെൻ വി വിൽ ഗെറ്റ് ഇറ്റ്സ് x1 + x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, സോ ഇതും എന്താണ് ഈ സെക്കൻഡ് ഇക്വേഷനും ട്രൂ ആണ്. നെക്സ്റ്റ് നമുക്കറിയാം നോൺ നെഗറ്റിവിറ്റി ചെക്ക് ചെയ്യുക. x1 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അതായത് ഈ സൊല്യൂഷൻ കറക്റ്റ് ആണ്. അതെ, സോ വൈ ദിസ് 3/2 1/2 ബോത്ത് ആർ പോസിറ്റീവ് നമ്പർ. സോ തേർഡ് ഓൾസോ ട്രൂ. സോ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ഫീസിബിൾ സൊല്യൂഷൻ. നെക്സ്റ്റ് 2.50 ആണ്. ഈ 2.50 നമ്മൾ ഇതിൽ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. 2.50, അതായത് ഇതിൽ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. x1 + 3x2 എന്നുള്ളടത്ത് x1 മീൻസ് 2.5, x2 മീൻസ് എന്താണ് 3x2. നമുക്ക് 2.5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് എന്താണ് ഫോൾസ് ആണ്. ഇത് ഫോൾസ് ആയതുകൊണ്ട് എന്താണ് ഇറ്റ് ഈസ് നോട്ട് എ സൊല്യൂഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് നോട്ട് എ സൊല്യൂഷൻ അല്ലെങ്കിൽ എന്തായിരിക്കും, ഫസ്റ്റ് കൺസ്ട്രെയിൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ സൊല്യൂഷനാണ്. ഇനി കൺസ്ട്രെയിൻസ് നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ്, നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ഓക്കെ ആണെങ്കിൽ ഫീസിബിൾ സൊല്യൂഷനാണ്. ഇതിപ്പോൾ സൊല്യൂഷൻ തന്നെയല്ല. അപ്പോൾ സോ എന്താണ് ഇറ്റ്സ് എ നോട്ട് എ ഫീസിബിൾ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓർമ്മയില്ല. സോ ദ പോയിൻറ്റ് 0 2 3/2 1/2 സാറ്റിസ്ഫൈ ബോത്ത് കൺസ്ട്രെയിൻസ് ആർ നോൺ നെഗറ്റിവിറ്റി. ഓക്കെ, ഇതിൽ 0 2 3/2 എന്നാണ് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ ഇതെന്താണ് ഫീസിബിൾ സൊല്യൂഷനാണ്. ബട്ട് 2.50 എന്നുള്ളത് തന്നെ വയലേറ്റ് ദ ഫസ്റ്റ് കൺസ്ട്രെയിൻ തന്നെ എന്ത് ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് നോട്ട് എ ഒബെയിൻ ദ ഫസ്റ്റ് കൺസ്ട്രെയിൻ, ദെൻ ഇറ്റ് ഈസ് നോട്ട് എ സൊല്യൂഷൻ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ സൊല്യൂഷൻ മീൻസ് ഇറ്റ് ഈസ് നോട്ട് എ ഫീസിബിൾ സൊല്യൂഷൻ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റാണ് സ്ലാക്ക് ആൻഡ് സർപ്ലസ് വേരിയബിൾ. സോ വാട്ട് ഈസ് എ സ്ലാക്ക് ആൻഡ് സർപ്ലസ് വേരിയബിൾ? സ്ലാക്ക് വേരിയബിൾ ആൻഡ് സർപ്ലസ് വേരിയബിൾ. സോ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളതാണ് LPP ഗ്രാഫിക്കൽ മെത്തേഡ്. വി സ്റ്റഡിഡ് ഓൾറെഡി. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദി സിംപ്ലക്സ് മെത്തേഡ്. ഈ സിംപ്ലക്സ് മെത്തേഡിൽ നമ്മൾ ഒരു കനോനിക്കൽ ഫോമിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, അതായത് ഇൻഇക്വാലിറ്റി നമ്മൾ ഇക്വാലിറ്റി ആക്കിയിട്ട് നമ്മൾ പുട്ട് ചെയ്യണം. ആ ഒരു കേസിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട കുറച്ച് കോൺസ്റ്റൻ്റ് ആണ് ഈ സർപ്ലസ് വേരിയബിളും സ്ലാക്ക് വേരിയബിളൊക്കെ. ഓക്കെ, സോ ഇൻ ആൻ LPP see, in an LPP, if a constraint is less than or equal to sign, okay, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു LPP തന്നിട്ടുണ്ട്. x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. ഓക്കെ, 2x1 + s2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. അപ്പോൾ ഇറ്റ്സ് എന്താണ്, ഇറ്റ് ഈസ് എ നോൺ ലീനിയാരിറ്റി. ഈ നോൺ ലീനിയാരിറ്റി കനോണിക്കൽ ഫോമിലാണ്. സിംപ്ലക്സ് ഫോമിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സിംപ്ലക്സ് ഫോമിന് പഠിക്കാനുണ്ട്. സോ ദെയർ എന്താ നമ്മൾ ഈക്വൽ ടു വെച്ചിട്ട് തന്നെ ചെയ്യണം, ലീനിയറിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് 2x1 + x2. അപ്പോൾ ഈ 2x1 + x2 ഇതെന്താ ഉദ്ദേശിക്കുന്നത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മെയിൻ ചെയ്തത്, ഇത് 8ൽ കുറവായിട്ടായിരിക്കും. ഒന്നല്ലെങ്കിൽ 8 ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും 8നേക്കാളും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യും, S1.
അപ്പോൾ നമുക്ക് ഈക്വൽ ടു 8 എഴുതാം ഇല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ 2x1 എന്നുള്ളത് 3, x2 എന്നുള്ളത് 2 ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് വരുമ്പോൾ എന്തായിരിക്കും 3 + 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. പക്ഷേ നമ്മൾ ഈക്വൽ ടു വരണമെങ്കിൽ എന്തായിരിക്കും ഇവിടെയും 8 ആകണമല്ലോ. അപ്പോൾ നമ്മൾ 3 + 2 എന്നുള്ളത് 5, നമ്മൾ എന്ത് ചെയ്യും +3 ആഡ് ചെയ്യും ഇല്ലേ. അപ്പോൾ +3 വരുമ്പോൾ നമുക്ക് എന്താ 3 + 2 + 3 = 8 ആക്കാം. അപ്പോൾ നമ്മൾ +3 ആണ് ഇവിടെ ആഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താ ഈ ഇൻഇക്വാലിറ്റി സൈൻ ഈക്വൽ ആകാൻ വേണ്ടി ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ലാക്ക് വേരിയബിൾ എന്ന് പറയുന്നത്. So, slack variable in any LPP if a constraints are less than or equal to sign ai1 എന്ത് why this എന്താണ് ai1 എന്നൊക്കെ വരുന്നത്, ഇത് ഡൗട്ട് അടിക്കരുത്. ai1 എന്ന് പറഞ്ഞാൽ നമ്മൾ a11 x1 പ്ലസ് a12 x2 എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നെക്സ്റ്റ് വരുന്നത് എന്താണ് a21 x1 a22 x2 എന്നൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ 1 2 3 ഇങ്ങനെയുള്ള ഇത് വേരിയബിൾസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ ai എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മൾ LPP കൺസ്ട്രെയിൻസ് എന്ന് വിചാരിക്കുക. ai1 ഇത് i എന്നുള്ളത് എന്താ 1 to n വരെ നമ്മൾ 1 to m വരെ അല്ലെങ്കിൽ 1 to n വരെ നമ്മൾ എന്ത് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 1 to m വരെ അതായത് എത്ര റോസ് ഉണ്ടോ അതിനനുസരിച്ച് a11 a22 a33 വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് എന്താ പറയുക ഈ ഇൻഇക്വാലിറ്റി ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് ആൻ ഇക്വാലിറ്റി, ഇവിടെ ഇൻഇക്വാലിറ്റി ആണ്. ഈ ഇൻഇക്വാലിറ്റിയെ എന്ത് ചെയ്യണം if you want to make this inequality to an equality we have to add something to positive to LHS. അതായത് ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു BI. ഇപ്പോൾ BIനേക്കാളും ഒന്നല്ലെങ്കിൽ BIക്ക് ഈക്വൽ ആയത്, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് BIനേക്കാളും സ്മോൾ ആയിരിക്കും ഏത് ഈ ഒരു LHSലുള്ളത്. അപ്പോൾ LHSലുള്ള സ്മോൾ ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും യു ഹാവ് ടു ആഡ് സംതിങ് വിത്ത് ദിസ് എന്നാൽ നമുക്ക് ഇക്വാലിറ്റി ആക്കാം. അങ്ങനെ ഇക്വാലിറ്റി ആക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യുന്ന പോസിറ്റീവ് നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്ലാക്ക് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെയിം തിങ്സ് തന്നെയാണ് ഈ സർപ്ലസ് എന്നുള്ളത് എന്താണ് ഇൻ ആൻ LPP ഇഫ് ദ കൺസ്ട്രെയിൻസ്. ഇവിടെ നമ്മൾ കൺസ്ട്രെയിൻസ് എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കറിയാം LPPയിൽ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇപ്പം നമുക്ക് 5 + 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കറിയാം 5 + 2 എന്നുള്ളത് എന്താണ് 7 ആണ്. 7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ നമ്മൾ ഈക്വലിറ്റി ആക്കണമെങ്കിൽ എന്തായിരിക്കും ഇവിടെയും 3 വേണം ഇവിടെയും 3 വേണം. ഓൾറെഡി നമുക്ക് 5 + 2 ഉണ്ട്. ഈ 2നോട് കൂടെ ഏത് പോസിറ്റീവ് നമ്പർ സബ്സ്ട്രാക്റ്റ് ചെയ്താലാണ് നമുക്ക് 3 കിട്ടുന്നത്. നമുക്ക് 5 7 - 4 ഇല്ലേ. അപ്പോൾ 4 എന്നുള്ള ഒരു പോസിറ്റീവ് നമ്പർ ഇതിനോട് സബ്സ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും സെയിം ശരിയായിട്ട് കിട്ടും 3 കിട്ടും. അപ്പോൾ ഈ 4നെയാണ് നമ്മൾ എന്ത് പറഞ്ഞത് സർപ്ലസ് വേരിയബിൾ. അപ്പോൾ നമ്മൾ സബ്സ്ട്രാക്റ്റ് ചെയ്യുന്ന പോസിറ്റീവ് നമ്പർ ടു മേക്ക് ആൻ ഇൻഇക്വാലിറ്റി ടു ഇക്വാലിറ്റി ഈസ് നോൺ ആസ് സർപ്ലസ് വേരിയബിൾ. ഇൻ ആൻ LPP if a constraints has greater than or equal to sign. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആണ് ഈ വേരിയബിൾ. ദെൻ ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് ഇക്വാലിറ്റി വി ഹാവ് ടു സബ്സ്ട്രാക്ട് സംതിങ് പോസിറ്റീവ് ടു ദ LMS. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ചെയ്യരുത് സബ്സ്ട്രാക്ട് ചെയ്യല്ലേ ഇതിങ്ങനെ പോസിറ്റീവ്. അതായത് നമ്മളിപ്പോൾ നേരത്തെ പോസിറ്റീവ് 4 ആണ് സബ്സ്ട്രാക്ട് ചെയ്തത് അല്ലേ. അതായത് ഈ 4 എന്താണ് പോസിറ്റീവാണ്. ഇവിടെ സബ്സ്ട്രാക്ഷൻ എന്നുള്ളത് കൊണ്ടാണ് അവിടെ -4 എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ സംതിങ് പോസിറ്റീവ് ടു ദി സബ്സ്ട്രാക്ട് സംതിങ് പോസിറ്റീവ് ടു ദി LMS. സോ ഇറ്റ് ഈസ് നോൺ ആസ് സർപ്ലസ് വേരിയബിൾ. നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് അൺറെസ്ട്രിക്റ്റഡ് വേരിയബിൾ. അൺറെസ്ട്രിക്റ്റഡ് വേരിയബിൾ എന്ന് പറയുന്നത് എനി വേരിയബിൾ xi വിച്ച് ടേക്ക് എയ്തർ പോസിറ്റീവ് നെഗറ്റീവ് 0. നമുക്ക് ഒരു വേരിയബിൾസ് ഒന്നിലുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവോ നെഗറ്റീവോ 0യോ അതായത് ആ വേരിയബിൾസ് നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ പറയുന്നതാണ് അൺറെസ്ട്രിക്റ്റഡ് വേരിയബിൾ. റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ, റെസ്ട്രിക്ഷൻ ഇല്ല മീൻസ് ഇറ്റ് ക്യാൻ ടേക്ക് ദ വാല്യൂ 0 പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു നോക്കുക
ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്, നെഗറ്റീവ് കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്. ഇവിടെ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് തന്നാൽ ഓൺലി x2 മാത്രമാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. x1 പറ്റിയിട്ട് എന്തില്ല, അൺഡിഫൈൻഡ് നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, x1 വേണമെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആക്കാം, കറക്റ്റാണ്. x1 ലെസ് ദാൻ 0 കൊടുത്താലും കറക്റ്റാണ്. x1 ഈക്വൽ ടു 0 കൊടുത്താലും കറക്റ്റാണ്. സോ അൺഡിഫൈൻഡ് വേരിയബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ x1 എന്ത് പറയാം, ഇറ്റ് ഈസ് എ unrestricted variable, it has no restrictions. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, വാട്ട് ഈസ് എ കാനോണിക്കൽ ഫോം ഓഫ് LPP ആൻഡ് വാട്ട് ഈസ് എ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് LPP. കനോണിക്കൽ ഫോം ഓഫ് LPP ആണ് നമ്മൾ ഈ ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലത്തിൽ നിന്നൊക്കെ നമ്മൾ എടുക്കുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നൊക്കെ വരുന്നതാണ് ഈ കനോണിക്കൽ ഫോം. ഓക്കെ, സോ LPP സെറ്റ് ടു ബി കനോണിക്കൽ ഫോം, ഇറ്റ് ഹാസ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് ഓഫ് മാക്സിമൈസേഷൻ മിനിമൈസേഷൻ ഫംഗ്ഷൻ. നമുക്കറിയാം നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇപ്പോൾ എന്താവും, മാക്സ് സെഡ് അല്ലെങ്കിൽ മിനിമൈസേഷൻ ഷെഡ് എന്നും പറഞ്ഞ് സെറ്റ് എന്നുമായിരിക്കും. ഓക്കെ, പിന്നെ ഓൾ കൺസ്ട്രെയിൻസ് ആർ ഓഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ്. കൺസ്ട്രെയിൻസ് ഒക്കെ എന്തായിരിക്കും, ലെസ് ദാൻ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഈക്വൽ, ഇൻഇക്വാലിറ്റി കൺസ്ട്രെയിൻസ് ആണ് കാനോണിക്കൽ ഫോമിലുള്ളത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഓൾ ഡിസിഷൻ വേരിയബിൾസ് ഈഫ് ഓഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. അതായത് ഡിസിഷൻ വേരിയബിൾ എപ്പോഴും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളത് 0 പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും ഇല്ലേ, ഡിസിഷൻ വേരിയബിൾസ് പോസിറ്റീവ് ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ആണ് നമുക്ക് ഇങ്ങനെ എഴുതാം, സെഡ് മാക്സിമൈസേഷൻ സെഡ്, നമ്മൾ സാധാരണ മാക്സിമൈസേഷൻ ഫംഗ്ഷൻ കൊടുത്തു, AX ലെസ് ദാൻ ഓർ ഈക്വൽ ടു B, അല്ലെങ്കിൽ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി വരാം, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സെഡ് ഇസ് ഈക്വൽ ടു മാക്സിമൈസേഷൻ സെഡ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് വൈ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 2x പ്ലസ് അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ, 2x പ്ലസ് വൈ കുഴപ്പമില്ല, എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. ഓക്കെ, ഇനിയിപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. ഇങ്ങനെ ഏത് കൺസ്ട്രെയിൻസ് എന്നാൽ, അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഒന്നല്ലെങ്കിൽ മിനിമൈസേഷൻ വേണം, മാക്സിമൈസേഷൻ വേണം. പിന്നെ നെക്സ്റ്റ് കൺസ്ട്രെയിൻസ് ഒക്കെ നമ്മൾ കോമൺ എഴുതുന്ന പോലെ തന്നെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ, അതുപോലെ തന്നെ പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0, അത് നമ്മൾ നോർമൽ കേസ് പറയുന്നുണ്ട് അല്ലേ, നോൺ നെഗറ്റീവ് വേരിയബിൾസ്. അതായത് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ എന്താണ്, കാനോണിക്കൽ ഫോമിലാണ് ഇതുവരെ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഫോംസ് ഓഫ് LPP. നൗ വി ആർ ഗോയിങ് ടു സോൾവ് ഇൻ സിംപ്ലക്സ് മെത്തേഡ്. ദെയർ വി ഡു ദ LPP ഇക്വേഷൻ, ദെയർ വി റൈറ്റ് ദ LPP ഇക്വേഷൻ ഇൻ സ്റ്റാൻഡേർഡ് ഫോം. ഇങ്ങനെ നമ്മൾ ഒരു കാനോണിക്കൽ ഫോമിന് സ്റ്റാൻഡേർഡ് ഫോം ആക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അഡിഷന്, സബ്സ്ട്രാക്ഷൻ അല്ലേ, ഏതൊക്കെ വേരിയബിൾ, സ്ലാക്ക് വേരിയബിൾസ്, സർപ്ലസ് വേരിയബിൾ എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഇഫ് യു വാണ്ട് ടു കൺവേർട്ട് കാനോണിക്കൽ ഫോം ടു സ്റ്റാൻഡേർഡ് ഫോം യു ഹാവ് ടു യൂസ് സ്ലാക്ക് വേരിയബിൾ ആൻഡ് സർപ്ലസ് വേരിയബിൾസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ഒരു LPPയുടെ കുറച്ച് സ്റ്റാൻഡേർഡ് ഫോം ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് RHS ഓഫ് ഈച്ച് കൺസ്ട്രെയിൻസ് ഈസ് പോസിറ്റീവ്. ഫോർ എക്സാമ്പിൾ നമ്മൾ കാനോണിക്കൽ ഫോമിൽ കൺസ്ട്രെയിൻസ് 2x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് എഴുതാം, ഇത് കറക്റ്റാണ് കാനോണിക്കൽ ഫോമിൽ. നെക്സ്റ്റ് 2x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് എഴുതാം, ഇതും കറക്റ്റാണ്. നെക്സ്റ്റ് 2x പ്ലസ് വൈ എക്സാമ്പിളാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -9 എന്നും എഴുതുക. ഏതിൻ്റെ കേസിൽ നമ്മൾ കാനോണിക്കൽ ഫോമിൽ നെഗറ്റീവ് എഴുതാം. ഈ RHSൽ കാനോണിക്കൽ ഫോമിൽ കൺസ്ട്രെയിൻസ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ സ്റ്റാൻഡേർഡ് ഫോം എഴുതുമ്പോൾ ഈ RHSൽ എന്താവില്ല, ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരരുത്, എപ്പോഴും പോസിറ്റീവ് മാത്രമേ നമുക്ക് എഴുതാൻ പാടുള്ളൂ. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. RHS ഓഫ് ഈച്ച് കൺസ്ട്രെയിൻസ് ഈസ് പോസിറ്റീവ്. നെക്സ്റ്റ് ഓൾ കൺസ്ട്രെയിൻസ് ആർ ഓഫ് ഈക്വൽ സൈൻ. അതായത് ഇപ്പം നമുക്ക് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്നാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സ് പ്ലസ് വൈ പ്ലസ് സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യണം, ഈക്വൽ ടു 9 ഇങ്ങനെ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈക്വൽ ടു സൈൻ ആയിരിക്കണം. പിന്നെ ഓൾ ഡിസിഷൻ വേരിയബിൾസ് ആർ ഓഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഡിസിഷൻ വേരിയബിൾ എപ്പോഴും എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. നോൺ നെഗറ്റീവ് ഡിസിഷൻ വേരിയബിൾ ആയിരിക്കണം. അതായത് മാക്സിമൈസോ മിനിമൈസോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വേണം. AX പ്ലസ്
എ എക്സ് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ബി ഒക്കെ നമ്മൾ എന്താക്കി മാറ്റണം, എ എക്സ് പ്ലസ് എസ് സ്ലാക്ക് വേരിയബിൾ അല്ലെങ്കിൽ സർപ്ലസ് വേരിയബിൾ ഈക്വൽ ടു ബി ആക്കണം. പിന്നെ നെക്സ്റ്റ് ഓൾ ഡിസിഷൻ വേരിയബിൾ ആർ ഓഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത്രയും കൺസെപ്റ്റാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടത്. ഓക്കെ, താങ്ക് യു.